ഹൗ, അങ്ങനെ ഈ വർഷത്തെ വിഷുക്കാലവും കഴിയാറായി. മോനെ മോനെ വാ വാ. വിഷു കൈനീട്ടം തന്നില്ലല്ലോ അച്ഛൻ. എനിക്കറിയായിരുന്നു അച്ഛൻ കൈനീട്ടത്തിന് വിളിക്കുമെന്ന്. 101 രൂപയുണ്ട്. എടിയേ വാ ഇങ്ങോട്ട്. ഉമ്മ. ഭഗവാനെ. കൈനീട്ടം. നിങ്ങൾ അവനൂടെ കൂടി കൈനീട്ടം. എനിക്ക് അവന് കൊടുക്കുന്ന ഇഷ്ടമല്ല. നിങ്ങൾക്ക് രണ്ടുപേർക്കും തന്നാൽ പിന്നെ എനിക്ക് ഭാഗ്യവും ഐശ്വര്യവും കിട്ടും. ആ വയ്യാത്തതിന് കൊടുത്താൽ എനിക്ക് എന്തിനു കിട്ടും? എനിക്കൊന്നും കിട്ടത്തില്ല. ഓ അച്ഛാ, അവനെ കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. അവന് സ്വന്തം കാര്യം മാത്രമേ ഉള്ളൂ. വേണ്ടമ്മ. ആ വന്ന് നിൽക്കുന്നവൻ കൈനീട്ടത്തിന് വേണ്ടി. ഓടാ. അവന് കൊടുക്കായിരുന്നു കൈനീട്ടം. എന്നാലും അച്ഛൻ ചേട്ടന് കൊടുത്തിട്ട് എനിക്ക് തന്നില്ലല്ലേ വിഷു ആയിട്ട്. അപ്പൊ ശരിയച്ചാ, അപ്പൊ വിഷുവൊക്കെയല്ലേ, ഒരു ഫ്രണ്ട് എന്നെ വിളിച്ചേരാ. ശരിയപ്പാ. നിങ്ങളടുത്ത് എനിക്കൊരു കാര്യം പറയാനുണ്ട്. നിങ്ങളെ 2 മക്കളും ഇന്ന് വിഷുവായിട്ട് പ്രാർത്ഥിച്ച കാര്യങ്ങൾ ഞാൻ പറയാം. ഞാൻ ഒളിച്ചു നിന്ന് കേട്ടതാണ്. എന്റെ ഗുരുവായൂരപ്പ, എന്റെ അച്ഛനൊരാപത്തും വരുത്തരുതേ, എന്റെ അമ്മയ്ക്കൊരാപത്തും വരുത്തരുതേ, ആർക്കും ഒരാപത്തും വരുത്തരുതേ. എന്റെ അച്ഛന്റെ ആപത്ത് എനിക്ക് തന്നാലും എന്റെ അച്ഛൻ ഒരാപത്തും വരുത്തരുതേ. എന്റെ ഗുരുവായൂരപ്പ, എന്റെ അച്ഛൻ ഒരാപത്തും വരുത്തരുതേ. എന്റെ കൃഷ്ണ, നിന്റെ അടുത്ത് എത്ര നാളുകൊണ്ട് പറയുന്നത് എന്റെ വിദേശ സ്വപ്നം. എനിക്കൊരാപത്തും വരുത്തരുത്. വേറെ ആർക്കും എന്ത് എത്തിയാലും എനിക്ക് പ്രശ്നമില്ല. എനിക്കൊരാപത്തും വരുത്തില്ല. എന്റെ വിദേശ സ്വപ്നം എനിക്ക് നടക്കണം. എന്റെ മോൻ ഞാൻ കൊടുക്കാം വിഷുവായിട്ട്. കുഴപ്പമില്ല മോനെ. അച്ഛ ആ വിഷമത്തിൽ പറഞ്ഞു പോയതാണ്. മോനെ ഈ കൈനീട്ടങ്ങ് പിടിക്ക്. നിന്റെ ദുഃഖങ്ങൾക്കും നിന്റെ വിഷമങ്ങൾക്കെല്ലാം ഗുരുവായൂരപ്പൻ പരിഹാരം കാണും. എല്ലാവിധ അനുഗ്രഹങ്ങളും ലഭിക്കട്ടെ. ശരി മകനെ. ശരി. കാണാം. അച്ഛൻ മോന്റെ അടുത്ത് നേരത്തെ കാണിച്ചത് മോനങ്ങ് പൊറുക്ക്, കൈനീട്ടം തരാം. ഇപ്പൊ തന്നിട്ട് പോയതല്ലോ അച്ഛൻ. കൈനീട്ടം. കൈനീട്ടം തന്നോ? അച്ഛൻ പെട്ടെന്നത് പറഞ്ഞ. ഗുരുവായൂരപ്പ, ഭഗവാനെ.